സർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 സന്ദർശനങ്ങൾ. ആദ്യം കഴിഞ്ഞ മാസം ജൂലൈ റഷ്യയിലേക്ക് പോകുന്നു, പുടിനെ കാണുന്നു, ചില കാര്യങ്ങൾ സംസാരിക്കുന്നു. ഇപ്പോൾ ഓഗസ്റ്റിൽ പോളണ്ടിലേക്ക് ചെല്ലുന്നു, അവിടെ നിന്ന് ട്രെയിൻ മാർഗം സെലൻസ്കിയുടെ അടുത്തേക്ക് പോകുന്നു. ചേരിചേര നയമൊക്കെ ആണോ എങ്കിലും സമാധാനത്തിൻ്റെ പക്ഷത്താണ് എന്ന് പറഞ്ഞ് സെലൻസ്കിയെ ചേർത്ത് നിർത്തുന്നു. ലോകം ഞെട്ടി നിൽക്കുകയാണ്. ഇതെന്തൊക്കെയാണ് സംഭവിക്കുന്നത്? യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോൾ ചെയ്യുന്ന രാജ്യം, അതിന് ശത്രു രാജ്യം ഒക്കെ, ഇതിന് രണ്ടിനും ഇടയ്ക്ക് നിൽക്കുന്ന ഇന്ത്യയും. എന്താണ് ഇതിൻ്റെ ഭാവി? എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും? നരേന്ദ്രമോദി റഷ്യ സന്ദർശിക്കുകയും പുടിനുമായിട്ട് അഭിമുഖ സംഭാഷണം നടത്തുകയും ചെയ്ത് വലിയ വിവാദം ഉണ്ടാക്കി. പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾ വളരെ നിരാശയോടുകൂടിയാണ് ആ റഷ്യൻ സന്ദർശനത്തെ കണ്ടത്. അതിൽ ഏറ്റവും രസകരമായ ഒരു സ്റ്റേറ്റ്മെന്റ് വ്ളാഡിമിർ സെലൻസ്കി നടത്തിയാണ്. ഈ സെലൻസ്കിയുടെ സ്റ്റേറ്റ്മെന്റ്, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ നേതാവ് ലോകത്തിലെ ഏറ്റവും രക്തദാഹിയായ ഒരു ക്രിമിനലിൻ്റെ തോളയിൽ കൈയിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ ദുഃഖം തോന്നി എന്നുള്ള മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റാണ് സെലൻസ്കി കൊടുത്തത്. അപ്പോൾ സെലൻസ്കിയുടെ ആ രോഷം, നിരാശ, അതൊക്കെ ആ സ്റ്റേറ്റ്മെൻറ്റിൽ വളരെ പ്രകടമായിരുന്നു. പക്ഷെ ഔദ്യോഗികമായിട്ട് നമ്മളൊന്നും പ്രതികരിച്ചില്ല. ആ ഘട്ടത്തിൽ തന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ വിദേശകാര്യ വകുപ്പ് പറയുന്ന 1-2 മാസം മുമ്പ് തന്നെ യുക്രൈൻ സന്ദർശനത്തെക്കുറിച്ച് ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ശരി, അത് വലിയ വിവാദം ഉണ്ടായി. അമേരിക്കക്കാർക്ക് നിരാശയുണ്ടായി. അതുപോലെ തന്നെ ഫ്രാൻസും ജപ്പാനും ഒക്കെ അതിനകത്ത് നിശബ്ദമായി അവരുടെ പ്രതിഷേധം ഒതുക്കി. ഇന്ത്യ ചെയ്യുന്നത് ശരിയല്ല, പുടിൻ ഈ ഒരു ഘട്ടത്തിൽ ഈ സന്ദർശിച്ചത് ശരിയല്ല. ഇതിലെല്ലാം ഉപരിയായിട്ട് പുടിൻ മോദി അവിടെ സന്ദർശനം നടക്കുമ്പോഴാണ് അവരെ യുക്രൈനിലെ ഒരു ആശുപത്രിയോ സ്കൂളൊക്കെ ആക്രമിക്കുകയും കുറേയേറെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തു. അതോടുകൂടി മോദിയുടെ ഒരു വ്യക്തിപ്രഭാവത്തിന് ഒരു ചെറിയ മങ്ങലേറ്റു, പ്രത്യേകിച്ച് പാശ്ചാത്യ ലോകത്തൊരു മങ്ങലേറ്റു എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. അതിന് വളരെ പെട്ടെന്ന് ഒരു പരിഹാരം, നമ്മുടെ ഈ നാടൻ ഭാഷയെ പറഞ്ഞാൽ ഒറ്റമൂലി പോലെ വളരെ പെട്ടെന്നുള്ളൊരു പരിഹാരമായിരുന്നു അദ്ദേഹം ഉക്രൈനിലേക്ക് പോയത്. അത് വലിയ ദൂരവ്യാപകമായ ഫലങ്ങൾ അന്തർദേശീയ രാഷ്ട്രീയത്തിൽ സൃഷ്ടിക്കാൻ പര്യാപ്തമായ ഒരു സന്ദർശനമാണ് നരേന്ദ്രമോദി നടത്തിയത്. അത് പോളണ്ടിൽ പോയിട്ട് എന്തുകൊണ്ട്? അത് വളരെ രസകരമായ ഒരു കാര്യമാണ്. അദ്ദേഹം പോളണ്ടിൽ പോയിട്ട് അവിടെ നിന്നാണ് നേരെ യുക്രൈനിലേക്ക് പോയത്. ട്രെയിൻ മാർഗം. ഫ്ലൈറ്റിൽ വേണമെങ്കിൽ പോകാമായിരുന്നു, പക്ഷേ ട്രെയിൻ മാർഗമാണ് പോയത്. ഈ പോളണ്ടിൻ്റെ പ്രത്യേകത, പോളണ്ട് ഇന്ത്യയുമായിട്ട് വളരെ ദീർഘകാലത്തെ ബന്ധമുള്ള ഒരു രാജ്യമാണ്. ഒരു കാലഘട്ടത്തിൽ പോളണ്ടിലെ രാഷ്ട്രീയ അഭയാർത്ഥികൾക്ക് അഭയം കൊടുത്തത് ജാംനഗർ രാജാവാണ്, ഗുജറാത്തിലെ. അവർ വന്നു, അവരെ സ്വീകരിച്ചു, അവർക്കെല്ലാ സൗകര്യങ്ങളും ജാംനഗറിലെ രാജാവ് കൊടുത്തു. വളരെ മുമ്പുള്ളൊരു കാര്യമാണിത്. അതുകൊണ്ട് തന്നെ പോളിഷ് ചരിത്രത്തിലും പോളിഷ് ജനതയുടെ മനസ്സിലും ജാംനഗറിലെ രാജാവിനേക്കാൾ കൂടുതൽ ഇന്ത്യ, ഭാരതം എന്ന് പറയുന്ന ഒരു രാജ്യത്തെക്കുറിച്ച് അവർക്ക് വലിയ മതിപ്പാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പോളണ്ട് സന്ദർശനത്തിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ്. മറ്റൊന്ന്, ഏറ്റവും രസകരമായൊരു കാര്യം, 164 വർഷമായി പോളണ്ടിലെ ചില സർവകലാശാലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സംസ്കൃതം പഠിപ്പിക്കുന്നുണ്ട്. കർക്കോ യൂണിവേഴ്സിറ്റിയിൽ ഇൻഡോളജിക്ക് ഒരു വകുപ്പ് തന്നെയുണ്ട്. അവർ സംസ്കൃതത്തെക്കുറിച്ച് ആധികാരികമായിട്ട് പഠനം നടത്തുകയാണ്. ഇവിടെ സംസ്കൃതം അസ്പൃശ്യമാണ്, സംസ്കൃതം പറയുന്നത് തെറ്റാണ്, സംഖ്യയാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഈ ചില വിഡ്ഢി പ്രചരണം നടക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് അത് അവരറിയേണ്ടതാണ്. പോളണ്ട് ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്നു. പിന്നെ ലെസ് വലീസയുടെ നേതൃത്വത്തിൽ ആ ഗവൺമെൻറ്റിനെ മറിച്ചിട്ടു. പിന്നെ ഇപ്പോൾ ഒരു ജനാധിപത്യ രാജ്യമാണ്. അപ്പോൾ പോളണ്ട് നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തെ തിരിച്ചറിഞ്ഞ ഒരു രാജ്യമാണ്. ഇതിലെല്ലാം ഉപരിയായിട്ട് യുക്രൈൻ റഷ്യ യുദ്ധം ഉണ്ടായപ്പോഴേ നമ്മുടെ കുറേ കുട്ടികൾ യുക്രൈനിൽ പഠിക്കാൻ പോയിരുന്നു. യുക്രൈനിൽ നല്ല മെഡിക്കൽ കോളേജിലാണ്. അവിടെ പഠിക്കാൻ പോയ കുട്ടികൾ ഒറ്റപ്പെട്ടു പോയി. നമ്മുടെ ഇന്ത്യയിലെ ഇവരുടെ രക്ഷകർത്താക്കളെ കുട്ടികളൊക്കെ വല്ലാതെ ഒരു വലിയ പ്രതിസന്ധിയിലായി. അപ്പോൾ പോളണ്ട് വന്ന് പറഞ്ഞു, ഒരു വിഷമവും വേണ്ട, അവരെ ഞങ്ങൾ ട്രെയിൻ മാർഗം രക്ഷപ്പെടുത്തി പോളണ്ടിൽ കൊണ്ടുവന്ന് ഇനി ഇന്ത്യയിലേക്ക് അയക്കാമെന്ന് പറഞ്ഞു. അന്നൊരു ഓപ്പറേഷൻ ഗംഗ എന്ന് പറഞ്ഞ് നമ്മുടെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ തന്നെ
ഒരു പദ്ധതി ആവിഷ്കരിച്ച് കൃത്യമായിട്ട് ഒരു കുട്ടിക്കും ജീവൻ നഷ്ടപ്പെട്ടില്ല, നമുക്ക് അതെ. കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ ഈ പോളണ്ടുമായിട്ട് അത്ര ഊഷ്മളമായ ഒരു ബന്ധമാണ് ഇന്ത്യക്കുള്ളത്. മോദി എന്നെ ആകർഷിച്ചൊരു കാര്യം, അദ്ദേഹം നേരെ യുക്രൈനിലേക്ക് പോകാതെ നേരെ പോളണ്ടിലേക്ക് പോയി. 45 വർഷത്തിന് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമായിട്ടാണ് പോളണ്ട് സന്ദർശിക്കുന്നത്. അപ്പോൾ പോളണ്ടിൽ അദ്ദേഹം ചെന്നു, അവിടെ നിന്ന് ട്രെയിൻ മാർഗം യുക്രൈനിലേക്ക് പോവാണ്. ഈ ട്രെയിൻ മാർഗം ഉക്രൈനിലേക്ക് പോകുമ്പോൾ ഋഷി യുദ്ധം നിർത്തിവെച്ചു. ആലോചിച്ച് നോക്കണം, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ട്രെയിനെ കയറിയപ്പോൾ യുദ്ധം നിർത്തിവെച്ചു, പോളണ്ടും നിർത്തിവെച്ചു. ഇത് ഉക്രൈനും റഷ്യയുമായിട്ടുള്ള യുദ്ധത്തിന്റെ ചരിത്രത്തിലൊരു വഴിത്തിരിവാണ്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററെ അത്രയും അവർ ഓണർ ചെയ്തില്ല ബൈഡൻ അവിടെ ചെന്നപ്പോഴും. ചെയ്തില്ല. അപ്പം വലിയ പെട്ടെന്ന് നിർത്തിവെച്ചു. അവിടെ ചെന്നു. സെലൻസ്കി വളരെ ചെറുപ്പമാണ്. സെലൻസ്കി അദ്ദേഹം ചേർത്ത് പിടിച്ചു. അന്ന് ചില TV ദൃശ്യങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അദ്ദേഹം സെലൻസ്കിയെ ഇടത് കൈ കൊണ്ട് സെലൻസ്കിയുടെ തോളിലേക്ക് കൈവച്ചുകൊണ്ട് ഇന്ത്യയിലെ അദ്ദേഹത്തോടൊപ്പം വന്ന പ്രതിനിധികളെ അദ്ദേഹം പരിചയപ്പെടുത്തുകയാണ്. ഒരു കൊച്ചനിയനെ ചേർത്ത് പിടിക്കുന്നത് പോലെയാണ് സെലൻസ്കിയെ ചേർത്ത് പിടിക്കുന്നത്. അപ്പോൾ സെലൻസ്കിയെ ചേർത്ത് പിടിക്കുമ്പോൾ സെലൻസ്കിയുടെ ഒരു ശരീരഭാഷ നോക്കിയാൽ തനിക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു മൂത്ത സഹോദരനെ പോലെ സ്നേഹിക്കാൻ കഴിയാവുന്ന ഒരാളാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്ന് ബോധ്യപ്പെട്ടാണ് സെലൻസ്കി നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് സെലൻസ്കി പറഞ്ഞത്, ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ഈ നേതാവ് പോയി രക്തദാഹിയെ കെട്ടിപ്പിടിച്ച് ശരിയല്ല. ആ മനുഷ്യൻ തൻ്റെ മുന്നിലേക്ക് വന്നപ്പോൾ മോദിയുടെ ഒരു വ്യക്തിപ്രഭാവം, നമ്മുടെ പ്രതിപക്ഷ കക്ഷികൾക്ക് ദുര്യോഗം, അത് നമ്മുടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, സഹതാപം അർഹിക്കുന്ന ആളുകളാണ്. അവരിതൊക്കെ പറയുമ്പോഴും അന്തർദേശീയ രംഗത്ത് നിറഞ്ഞു നിൽക്കുകയാണ് നരേന്ദ്രമോദി. അത് ആ മോദി സെലൻസ്കിയെ അത് പറയുമ്പോഴേ എൻ്റെ മനസ്സിൽ വരുന്നത്, ഈ നേതാക്കന്മാരുടെ തോളെ കൈയിടുന്ന വളരെ ശ്രദ്ധിച്ചു വേണം. പ്രത്യേകിച്ച് വേറൊരു രാജ്യത്തെ നേതാവാണെങ്കിൽ ആ നേതാവിൻ്റെ തോളിൽ നമ്മൾ കൈയിടുമ്പോൾ നമ്മൾ നേതാവിനെ കുറെ ചേർത്ത് പിടിക്കുകയോ അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠൻ അനിയനെ ചേർത്ത് പിടിക്കുന്ന ഒരു ഫീലാണ് അവിടെ വരുന്നത്. തുല്യതയ്ക്ക് ഒരു ചെറിയ വ്യത്യാസം വരും. അങ്ങനെ സംഭവമാണ് 1955 ബന്ധുവിലുണ്ടായത്. ഒരു ക്ഷമങ്ങയ്ക്ക് ഓർമ്മ കാണും. അതായത് ബന്ധുക്ക് സമ്മേളനം നടത്തുമ്പോൾ ചേരിചേര സമ്മേളനം നടക്കുകയാണ്. അപ്പോൾ ഈ ചേരിചേര സമ്മേളനം നടക്കുമ്പോഴേ ബന്ധുവിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ജവഹർലാൽ നെഹ്റു. നെഹ്റു നല്ല സുന്ദരനാണ്, കണ്ടാലൊരു പാശ്ചാത്യ ലുക്കുള്ള ആളാണ്, മനോഹരമായ കാവ്യാത്മകമായ ഭാഷയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളാണ്, നന്നായിട്ട് പെരുമാറുന്ന ആളാണ്, പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ ആളാണ്, ഓക്സ്ഫോർഡിൻ്റെ പ്രോഡക്റ്റ് അല്ലേ അദ്ദേഹം. അപ്പോൾ അദ്ദേഹം അവിടെ ആ സമയം നടക്കുമ്പോൾ സുകാർണോയാണ് സിംഗപ്പൂരിലെ ഭരണകർത്താവ്. അപ്പോൾ അദ്ദേഹം വളരെ കാര്യമായിട്ടാണ് നെഹ്റുവിനെ സ്വീകരിച്ചിരുത്തിയത്. അപ്പോൾ പത്രക്കാർ മുഴുവൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ പോലെ ടെലിവിഷനില്ല, നെഹ്റുവിനേക്കാണ്. അപ്പോൾ നെഹ്റു ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ ചൈനയുടെ പ്രധാനമന്ത്രി ചുവൻലായി, അദ്ദേഹം നെഹ്റുവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഫിസിക്കൽ അപ്പിയറൻസിൽ വളരെ ദുർബലനായ ഒരാളാണ്. നെഹ്റുവിനെ പോലെ സംസാരിക്കാൻ അറിയത്തില്ല, നെഹ്റുവിനെ പോലുള്ള ഉന്നതമായ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഒരാളല്ല, ചൈനീസ് ഭാഷ അറിയാമെന്നുള്ളതല്ല, അതിനപ്പുറത്ത് വരെ കാര്യമൊന്നുമില്ല. അപ്പം ഇദ്ദേഹം ഇങ്ങനെ ഒതുങ്ങി മാറി നിന്നപ്പോഴേ നെഹ്റു ഈ ചുവൻലായുടെ കയ്യിൽ തോളിലേക്ക് കൈയിട്ടുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് നീങ്ങുന്നു. നെഹ്റു നല്ല അർത്ഥത്തിലാണ് ചെയ്തത്. എന്നിട്ട് പറഞ്ഞു, മിസ്റ്റർ ചുവൻലായി, ചൈനീസ് പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞ പത്രക്കാരെ പരിചയപ്പെടുത്തി. ചുവൻലായി പറഞ്ഞു. പക്ഷെ ചുവൻലായിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. നെഹ്റു ഇങ്ങനെ നല്ല ഗംഭീരമായിട്ട് അനർഗളമായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുക. ചുവൻലായിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. വല്ലാത്ത ഒരസൂയയും അസഹിഷ്ണുതയും ഒക്കെ ചുവൻലായി ബാധിച്ചു. അദ്ദേഹം നേരെ ചൈനയിൽ ചെന്നപ്പം മാവോ സേ തുങ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. കാരണം ബന്ധുക്ക് സമ്മേളനത്തിൽ ചൈന ഒരു അംഗമാണ്. ചൈനയും പാകിസ്ഥാന്, ബർമ്മ, ജപ്പാൻ, സൗദി അറേബ്യ, ഈ രാജ്യങ്ങളൊക്കെ ബന്ധു സമ്മേളനത്തിൽ പ്രതിനിധികളെ അയച്ച ആളെ, ഈജിപ്റ്റ് ഒക്കെ. അപ്പം അബ്ദുൽ ഗമാൽ നാസർ ഈജിപ്തിലെ, ജവഹർലാൽ നെഹ്റു ഇന്ത്യ, മാർഷൽ ടിറ്റോ, ഇവരൊക്കെ ഇങ്ങനെ ലോകം നിറഞ്ഞു നിൽക്കുന്ന രാജാക്കന്മാരാണ്, പ്രശസ്തരായ നേതാക്കന്മാരാണ്. അപ്പോൾ മാവോയുടെ അസൂയ കൂടി. കാരണം മാവോ ഒരു വിദേശ രാജ്യം സന്ദർശിച്ചിട്ടില്ല. ഈ ഒരു അവിടെ ചൈനയിലുള്ള കലാപരിപാടികളല്ല, വേറെ വലിയ കാര്യമൊന്നും മാവോയ്ക്കില്ല. മാവോ പറഞ്ഞു, ഇങ്ങനെ വിടാനൊക്കില്ല, നെഹ്റുവിനെ ഇന്ത്യ ഇങ്ങനെ വിട്ടാലൊക്കത്തില്ല, ലോകം മുഴുവൻ ഇന്ത്യ ശ്രദ്ധിക്കപ്പെടും, ജവഹർലാൽ നെഹ്റു ശ്രദ്ധിക്കപ്പെടും, നമുക്കിതിനൊരു പണി കൊടുത്തേ പറ്റൂ. ആ തോളെ കൈയിട്ടതിൻ്റെ പ്രതികാരമാണ് 1962 ഇന്ത്യ ചൈന യുദ്ധം എന്ന് ഹാസ്യാത്മകമായിട്ട് നമുക്കറിയാം. കാരണം അത് മാത്രമല്ല, പക്ഷേ അത് അസൂയ ഉണ്ടാകാനൊരു കാരണമാണ് ഞാൻ ഈ പറഞ്ഞത്. പക്ഷേ നരേന്ദ്രമോദി വ്ളാഡിമിർ സെലൻസ്കിയുടെ തോളിലേക്ക് ആയിട്ടപ്പോൾ സെലൻസ്കി അത് ആസ്വദിച്ചു.
ലോകം അത് അംഗീകരിച്ചു. അപ്പം ആ മോഡിയുടെ വളരെ ആർദ്രമായ സ്നേഹനിർഭരമായ ഒരു പെരുമാറ്റം, വലിയൊരു അംഗീകാരം അന്തർദേശീയമായി ഇന്ത്യക്ക് നേടിക്കൊടുത്തു എന്നുള്ളതാണ് വാസ്തവം. ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ യുദ്ധത്തിന് ഏതാണ്ട് വിരാമമായേക്കും എന്ന തലത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും ഈ സംഭവത്തെ പാടിപ്പോഴ്ത്തുകയാണ്. ഒരുപക്ഷെ ഇത്തരം സംഭവങ്ങൾ മോദിക്ക് വരുംകാലത്ത് ഒരു നോബൽ സമ്മാനത്തിലേക്കുള്ള സാധ്യത വാതിൽ തുറന്നിടുന്നില്ലേ? തീർച്ചയായിട്ടും 2009 ബറാക്ക് ഒബാമയ്ക്ക് നോബൽ സമ്മാനം കൊടുക്കാമെങ്കിൽ 2024-25 നരേന്ദ്രമോദിക്ക് നോബൽ സമ്മാനം കൊടുത്താൽ നോബൽ സമ്മാനത്തിൻ്റെ ഒരു 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 അന്തസ്സുയരത്തെ ഉള്ളൂ. നോബൽ സമ്മാനം അത്ര മഹത്തായ ഒരു കാര്യമാണ് ഞാൻ പറയുന്നില്ല. മഹാത്മാഗാന്ധിക്ക് കൊടുക്കാത്തതാണ് ഈ നോബൽ സമ്മാനം. അപ്പൊ അതുകൊണ്ട് നോബൽ സമ്മാനത്തിനോട് എനിക്ക് അങ്ങനെ വലിയ ആദരവൊന്നുമില്ല. കാരണം അതൊക്കെ ഒരു ചില പാശ്ചാത്യ ശക്തികളുടെ താല്പര്യം അനുസരിച്ചൊക്കെ കൊടുക്കുന്നതൊക്കെ തന്നെയാണ് എല്ലാ രംഗത്തെയും. ഇതിന്റെ സമാധാനമല്ല എല്ലാ രംഗത്തായാലും ശരി. പക്ഷെ ഇവിടെ ലോകം നരേന്ദ്രമോദിയെ കാണുന്നത്, നരേന്ദ്രമോദി യുക്രൈനിൽ നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഇന്ത്യക്ക് ചേരിചേരാ നയമല്ല, ഇന്ത്യ സമാധാനത്തിന്റെ പക്ഷത്താണ്. അതൊരു വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, വലിയ ഷിഫ്റ്റാണ്. ചേരിചേരാ നയം പരിപൂർണമായി പരാജയമായിരുന്നു. നെഹ്റുവിന്റെ ചേരിചേരാ നയം പരാജയമായിരുന്നു മാത്രമല്ല, ഇന്ത്യക്ക് ഉള്ള സുഹൃത്തുക്കളെ നഷ്ടപ്പെടുത്തി സുഹൃത്തുക്കളെ ഇല്ലാതാക്കി. അതാണ് 62 നെഹ്റു ചേരിചേരാ നയമായിട്ട് പോയല്ലോ. 62 ചൈന ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ ഏത് ചേരിചേരാ നയം സ്വീകരിച്ച രാജ്യം, ഈ നോൺ അലൈൻമെന്റിൽ നിന്ന് രാജ്യം ഇന്ത്യയോടൊപ്പം നിന്നു? ഒരു രാജ്യവും ഇന്ത്യയോടൊപ്പം നിന്നില്ല. ചൈനക്കാരൻ ഇവിടെ കടന്നു കയറി 40,000 ചതുരശ്ര കിലോമീറ്റർ അവൻ കൈവശപ്പെടുത്തിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. ഇവിടെ ആരും ചോദിക്കാനും പറയാനില്ലായിരുന്നു. നെഹ്റുവിന്റെ ബന്ധുവായിരുന്നു ജനറൽ കൗൾ, അദ്ദേഹത്തിന് അവിടെ ചുമതലയുണ്ട്. കൗൾ ഒരു ഭീരുവിനെ പോലെ ഒളിച്ചോടിപ്പോയിരുന്നു. വേറെ ഏതെങ്കിലും ഒരു ഭരണകൂടമായിരുന്നെ കൗളിന് കർശനമായി ശിക്ഷ കൊടുക്കുമായിരുന്നു. ഒരു ഭീരുവായ ഒരു ജനറലായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത്. ലെഫ്റ്റനന്റ് ജനറൽ എന്തോ ആയിരുന്നു ഈ കൗളെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അന്ന് ഒരു രാജ്യവും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നില്ല. ഇന്ന് ഇന്ത്യയുടെ സമാധാനത്തിന്റെ പക്ഷത്തേക്ക് നിൽക്കുമ്പോൾ അങ്ങ് കാണേണ്ട ഒരു പ്രത്യേകത, ഇന്ത്യ റഷ്യയുമായിട്ട് സംസാരിക്കുന്നു, റഷ്യയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നു. ആദ്യം അമേരിക്കയും നമ്മളോട് അടുത്ത് നിൽക്കുന്ന പല ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങൾ പോലും അതിനകത്തൊരു നിരാശ പ്രകടിപ്പിക്കുന്നു. പിന്നെ അവരതെല്ലാം അംഗീകരിക്കുന്നു, ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ ആവശ്യം, റഷ്യയിൽ നിന്ന് വാങ്ങിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കൈകൊണ്ട് ബൈഡനെയും മറു കൈകൊണ്ട് പുത്തിനെയും ചേർത്ത് നിർത്താൻ കഴിയുമ്പോൾ നമ്മൾ നിൽക്കുന്ന സമാധാനത്തിന്റെ പക്ഷത്താണ്. അമേരിക്കയുടെ ചേരിലോ റഷ്യയുടെ ചേരിലോ ചേരിചേരാൻ നയത്തുമല്ല, നമുക്കൊരു പക്ഷമുണ്ട്, സമാധാനത്തിന്റെ പക്ഷമാണ്. ആ സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഇന്ത്യ ചേർത്ത് നിർത്തും. അതിന് റഷ്യയെന്നോ അമേരിക്കയെന്നോ ഇല്ല എന്ന് പറയുമ്പോഴാണ് ചേരിചേരാ നയം എന്നതിൻ്റെ ഒരു അപ്രസക്തിയും സമാധാനത്തിനോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതിൻ്റെ പ്രസക്തിയും വർദ്ധിച്ചു വരുന്നത്. ഇത് ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ പ്രസക്തി ഒരുപക്ഷെ നാളുകളിൽ ഇന്ത്യയെ തുറന്ന് അംഗീകരിക്കുന്ന, അപ്പോൾ ഇന്ത്യയോട് അഭിപ്രായ വ്യത്യാസമുള്ളവരും അനുകൂലമായി അഭിപ്രായം പറയുന്നവരും ഒക്കെ ചേർന്ന് നിന്ന് ഇന്ത്യയുടെ ഒരു മധ്യസ്ഥതയെ പല കാര്യങ്ങളിലും അംഗീകരിക്കുന്ന ഒരു, കഴിഞ്ഞ 2014 ഇദ്ദേഹം സ്ഥാനമേറ്റത് മുതൽ ഏതാണ്ട് കണ്ടുവരുന്ന അങ്ങനെയാണ്. ക്രമേണ അത് വർദ്ധിപ്പിച്ച് കൊണ്ടുവന്ന് പലപ്പോഴും ഇപ്പോൾ തന്നെ യുദ്ധം 2 ദിവസത്തേക്ക് നിർത്തിവെക്കുന്ന ഒരു ഘട്ടം വരെ ഒക്കെ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നാളിതുവരെ സംഭവിച്ചില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങൾ ഒരുപക്ഷെ ഇന്ത്യയുടെ യശസ്, ഇന്ത്യയുടെ ഈ വരും മറ്റ് ലോകരാഷ്ട്രങ്ങൾക്കിടയിലുള്ള ഇന്ത്യയുടെ പ്രസക്തി ഒക്കെ ഒരുപക്ഷെ അല്ല ഉറപ്പായും വർദ്ധിപ്പിക്കും. അതിനൊടുവിൽ സ്വാഭാവികമായി കിട്ടുന്ന ഒന്നായി ഈ നൊബൽ സമ്മാനം മാറുകയും ചെയ്യുമായിരിക്കാം. വരും കാലങ്ങളിൽ ഇപ്പോൾ സാമ്പത്തിക ശക്തി ആയിട്ട്, മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ടും ഈ പറഞ്ഞതിലും നേരത്തെ ചിലപ്പോൾ ആ ഒരു സ്ഥാനത്തേക്ക് എത്തപ്പെട്ട അത്ഭുതപ്പെടേണ്ടതില്ല. അപ്പോൾ ഇതിനൊക്കെ ഇടയിലും ഉറപ്പായും തന്നെ ഇന്ത്യക്ക് മുൻനിര രാഷ്ട്രങ്ങളായി വരാൻ കഴിയും എന്നുറപ്പല്ലേ? അതുറപ്പാണ്. അതായത് നരേന്ദ്രമോദി വന്നതിന് ശേഷം ഞാൻ കാണുന്ന വിദേശ നയത്തിലുള്ള ചില പ്രത്യേകതകൾ, ഇസ്രയേലും പാലസ്തീനുമായിട്ട് യുദ്ധം ഉണ്ടാകുകയാണ്. ഇന്ത്യ പാലസ്തീനെയും ചേർത്ത് നിർത്തി, ഇസ്രായേലിനെയും ചേർത്ത് നിർത്തി. പാലസ്തീൻ ജനതയോടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു, പക്ഷെ ഹമാസിനോടല്ല. കേരളം കോൺഗ്രസ് ഹമാസിനോടൊപ്പമായിരുന്നു, ഇന്ത്യ പാലസ്തീനോടൊപ്പമായിരുന്നു. അത് ആ ഒരു വലിയ പ്രകടമായ വ്യത്യാസം നമ്മൾ കാണേണ്ടത്. നാളത്തെ ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളുടെ തുടക്കമാണ് ഈ ഹമാസിന്റെ ആരാധകർക്ക് നാളെയുള്ള നാളുകളിൽ നേരിടേണ്ടി വരുന്ന അവഗണനയും പുച്ഛവും അവജ്ഞയും. അതിന് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല.
അപ്പം പാലസ്തീനിൽ മരുന്ന് കൊടുത്തയക്കുന്നു, അവർക്ക് നമ്മൾ മറ്റെല്ലാ സഹായങ്ങളും ചെയ്യുന്നു, ആഹാരം കൊടുക്കുന്നു, അത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ എടുത്ത നിലപാടിനോട് നമ്മൾ ചേർന്ന് നിൽക്കുകയാണ്. കാരണം ഇസ്രായേലിലാണ് ഹമാസ് ആദ്യം ചേർന്നത്. ഇസ്രായേലിൽ ചെന്ന് 1400 പേരെയാകുന്നത് ഒരു പെൺകുട്ടിയൊക്കെ നഗ്നയായിട്ട് വലിച്ചടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ കണ്ടാണ്. അപ്പം അതിന്റെ പ്രതികാരം അവർ ചെയ്തപ്പോൾ അത്രയും പേരേക്ക് പകരം ഇത്രയും പേരെ കൊല്ലാനൊക്കൊന്നും പറയാൻ പറ്റില്ല. യുദ്ധമാകുമ്പോൾ അങ്ങനെയാണ്, യുദ്ധത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ ഇനിയും ഗാസയിലെ ഒരു ഭാവിയിലൊരു തലവേദന ഉണ്ടാകരുതെന്ന് വിചാരിച്ച് തന്നെയാണ് ഇസ്രായേൽ നീങ്ങുന്നത്. ഐക്യരാഷ്ട്രസഭ പോലും അവിടെ പരാജയപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ഇസ്രായേൽ നമ്മളോട് ചേർന്നു, പാലസ്തീനോട് നമുക്ക് കണക്കില്ല. മോദിയുടെ കടുത്ത വിമർശകനാണ് ടർക്കിയിലെ ഉർദുഗാൻ. അയാളൊരു മതമൗലികവാദിയാണ്. അയാൾക്ക് ഇന്ത്യ ഒരു ഇസ്ലാമിക് ഭരണം സ്ഥാപിക്കണം എന്ന് സ്വപ്നം കണ്ടിരിക്കുന്ന ഒരു 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 വണ്ടച്ചാരാണ് ഈ ഉർദുഗാൻ. അപ്പൊ ഈ അവിടെ ഭൂകമ്പം ഉണ്ടായപ്പോഴേ ആദ്യം ചെന്ന രാജ്യം ഇന്ത്യയാണ്. നമ്മള് മരുന്ന് കൊടുത്തു, ഡോക്ടർമാരെ കൊടുത്തു, ആഹാരം കൊടുത്തു, നമ്മുടെ വിമാനങ്ങൾ മുഴുവൻ സാധനങ്ങളുമായിട്ട് ടർക്കിയിലേക്ക് ചെല്ലുകയാണ്. ഒരാഴ്ച വരെ ഉർദുഗാൻ ഇത് നന്ദിപൂർവ്വം സ്മരിച്ചു. 8ാമത്തെ ദിവസം ഉർദുഗാൻ അത് മറന്നേച്ച് ഇന്ത്യക്കെതിരായിട്ട് നീങ്ങി. ഉർദുഗാൻ ചെറുതായി, പക്ഷെ നരേന്ദ്രമോദി ലോകത്തിന്റെ മുന്നിൽ വലുതായി. അല്ല, ഉറുദുഗാനെ കണ്ടുകൊണ്ടൊന്നും അല്ല നമ്മൾ നിൽക്കുന്നത്. അപ്പം ഇത് ഏറ്റവും വലിയ രസം. ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, നമ്മുടെ ചില വിദേശ നിരീക്ഷകരുണ്ട്. ഫാബിയാൻ എന്ന് പറഞ്ഞ ഒരാൾ, അദ്ദേഹം വിദേശകാര്യ നിരീക്ഷകൻ എന്തോ ആയിരുന്നു എന്ന് പറയുന്നു, വിദേശകാര്യ സെക്രട്ടറി എന്തായാലും. അദ്ദേഹം ഈ മോദി വന്നപ്പോൾ ടർക്കിയായിട്ട് ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അവരുടെ ഈ ഒരു ഫണ്ടമെന്റലിസം, ഇസ്ലാമിക് ഫണ്ടമെന്റലിസത്തിന് തന്നെയാണ് മോദി എതിരായിട്ടാണ് നിലപാട് സ്വീകരിച്ചത്. അദ്ദേഹം അന്നൊരു ലേഖനം മാതൃഭൂമിയിൽ എഴുതി, ഈ ടർക്കിയെ പണക്കിയാൽ ഇന്ത്യക്ക് വലിയ നഷ്ടം ഉണ്ടാകും, ഇതോടുകൂടി ഇന്ത്യയുടെ ഇടപാട് തീരും. അപ്പം ഞാൻ തിരക്കി, ഈ ഫാഹിയാൻ എന്ന് പറഞ്ഞ ആളെ, ഇങ്ങനെ ഫാഹിയാന്റെ കാലത്ത് ജീവിക്കുന്നവനാണ്, ഫാബിയാനല്ല, ഫാഹിയാന്റെ കാലത്ത്. ഇത്തരം ചില ഈ വിദേശ നിരീക്ഷകർ, ഞാൻ ഈ പറയുന്നത് ഇവരുടെയൊക്കെ റെപ്യൂട്ടേഷൻ പോകുന്നത്, ഇവർ ബുദ്ധിമാന്മാരാണെന്ന് അവർ ധരിക്കുന്നു. വായിക്കുന്നവന് മിനിമം ബുദ്ധി ഉണ്ടെന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അത്തരം ചില ജീവികൾ നമ്മുടെ രാജ്യത്തുണ്ട്. രഘുറാം രാജൻ, നമ്മുടെ പിന്നെ ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധിയിലോട്ട് ഇന്ത്യ പോകാന്ന് പറഞ്ഞു. അയാളെ പറഞ്ഞതിന് ശേഷമാണ് ഇന്ത്യ സാമ്പത്തികമായിട്ട് വളരാൻ. മോദി വന്ന കാലം തൊട്ട് എതിർത്തോണ്ടിരിക്കുന്ന ഒരുത്തനാണ് അമർത്യ സെൻ. ഇന്ത്യയെ 4ആയിട്ട് വിഭജിക്കണം എന്ന് പറഞ്ഞവനാണ് സാംബിറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയൊക്കെയുള്ള ചില ആളുകളുടെ വിചാരം ഇവരൊക്കെ ഇന്ത്യയിൽ വലിയ ആരാധകരുണ്ടെന്ന്. അവർക്ക് ആകെ ആരാധകരുള്ള ഇടതുപക്ഷത്തും കോൺഗ്രസിലും ഉള്ളൂ. അതും അവിടുത്തെ വിവരമുള്ളവരില്ല, അവിടുത്തെ മന്ദബുദ്ധികളാണ് ഇവരുടെ ആരാധകർ. ഇതാണ് അതിന്റെ സത്യം ഞാൻ പറഞ്ഞു വന്നത്. അപ്പം ആ ഒരു സംഭവത്തിലെ അങ്ങനെ വന്നു. രണ്ടാമത് വന്ന ഒരു കാര്യം, ഇറാനും അമേരിക്കയായിട്ട് കടുത്ത ശത്രുതയിലാണ്. ഇന്ത്യക്ക് അമേരിക്കയായിട്ട് നല്ല ബന്ധമാണ്, ഇറാനുമായിട്ട് നല്ല ബന്ധമാണ്. ചൈനയും തൈവാനുമായിട്ട് കടുത്ത അഭിപ്രായ വ്യത്യാസമാണ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് ചൈനയിൽ നിന്നല്ലേ, തൈവാനിൽ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. അപ്പം നമ്മൾ ഭയങ്കര ബാലൻസ്ഡ് ആയിട്ടാണ് പോകുന്നത്. അവിടാണ് മോദി പറഞ്ഞ ഇന്ത്യയുടെ സമാധാനത്തിന്റെ പക്ഷത്താണ്. അപ്പം സമാധാനത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് തൈവാനും ചൈനയുമുള്ള പ്രശ്നങ്ങളെ കാണുന്നത്. അതേ പക്ഷത്ത് നിന്നുകൊണ്ടാണ് ഇറാനും അമേരിക്കയുള്ള പ്രശ്നത്തെ കാണുന്നത്. അതേ പക്ഷത്ത് നിന്നുകൊണ്ടാണ് ഇസ്രായേലും പലസ്തീനുമായിട്ടുള്ള പ്രശ്നത്തെ കാണുന്നത്. എത്ര വളരെ രസകരമായ, നമ്മൾ ഭാവി ചരിത്രം രേഖപ്പെടുത്തുന്ന ലോകത്തിലെ നേതാക്കന്മാരൊരാളായിട്ട് നരേന്ദ്രമോദി മാറും എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ വിരുദ്ധ ചേരികളിലുള്ള ലോകരാഷ്ട്രങ്ങൾക്ക് നടുവിൽ സമാധാനത്തിൻ്റെ ദൂതുമായി ഇന്ത്യ, വിഷമവൃത്തങ്ങളിൽ അകപ്പെടുന്ന രാഷ്ട്രങ്ങൾക്ക് ആശ്വാസത്തിൻ്റെ അവസാന വാക്കായി ഇന്ത്യയിലെ ഓരോ പൗരനും അല്ലെങ്കിൽ വിദേശത്ത് താമസിക്കുന്ന ഓരോ ഇന്ത്യൻ പൗരനും ഇതൊക്കെ അഭിമാനത്തിൻ്റെ നിമിഷങ്ങളാണ്. അദ്ദേഹത്തിനത് നാൾക്കുനാൾ വർദ്ധിപ്പിക്കാൻ ഇടവരട്ടെ എന്ന് നമ്മൾ ചിന്തിച്ചു കൊടുത്തെത്താം.